അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വനിതാ നിലാവ് ഖുറാനിക് സൊല്യൂഷൻസ് എന്ന ഇസ്ലാമിക് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പരിശുദ്ധമായിട്ടുള്ള ദുൽഹിജ്ജ മാസം തുടങ്ങിയില്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെയൊക്കെ ഇടയിൽ ഒരുപാട് ഇടങ്ങേറാകുന്ന വ്യക്തികളുണ്ടല്ലേ. അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തെങ്കിലും ഈ പരിശുദ്ധമായിട്ടുള്ള ദുൽഹിജ്ജ മാസത്തിൽ ഒരു 5 രൂപയാണെങ്കിൽ 5 രൂപ നിങ്ങളെ ഹദിയ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സക്കാത്ത് എന്ന രീതിയിൽ, ഒരു ദാനം എന്ന രീതിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രധാനമായിട്ടും പറയാൻ പോകുന്നൊരു കാര്യം എന്താണെന്നറിയോ? നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക്, ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് ഒരു സൂറത്തിനെ ഞാൻ പരിചയപ്പെടുത്താണ്. ഈ ദുൽഹിജ്ജ മാസത്തിലെ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ എണ്ണം തെറ്റാതെ മനസ്സറിഞ്ഞുകൊണ്ട് ഈ സൂറത്തിനെ സ്നേഹിച്ചുകൊണ്ട് ദുൽഹിജ്ജ മാസത്തിൽ നിങ്ങൾക്ക് ഈ ഒരു സൂറത്തിനെ ഓതി തീർക്കാൻ പറ്റുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല മഹത്തായിട്ടുള്ള സഹായം ഈ ഒരു സൂറത്തിൻ്റെ ഫലം കൊണ്ട്, ദുൽഹിജ്ജ മാസത്തിൻ്റെ പ്രത്യേകത കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇട്ട് തരൂട്ടില്ലേ. അത്രയും എഫക്റ്റീവായിട്ടുള്ള ഒരു അമലാണിത്. ആരും തന്നെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ടല്ലേ, അവരിലേക്കൊക്കെ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. അതേപോലെ തന്നെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിൽ, ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരാളെങ്കിലും ഈ ഒരു അമലിനെ ചെയ്തിട്ട് അവർക്ക് അതിൻ്റെ ഫലം കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു കാര്യമല്ലേ. അല്ലാഹു സുബ്ഹാനഹു തആല അതിൻ്റെ ഫലം നമുക്കും നൽകും. അത് തീർച്ചയായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ഞാൻ ഇത്തരത്തിലുള്ള സൂറത്തുകൾ അതുപോലെ തന്നെ മറ്റ് അമലുകളൊക്കെ നിങ്ങൾക്ക് വേഗത്തിൽ തന്നെ പറയുമ്പോൾ അത് കിട്ടാൻ നിങ്ങൾ ഇത്തരത്തിൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് സഹായിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കിനി അതിലേക്ക് കടക്കാം. പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു ദുൽഹിജ്ജ മാസത്തിൽ ഒരുപാട് ഇടങ്ങേറാകുന്ന കുടുംബങ്ങൾ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. തീർച്ചയായിട്ടും ഈ ദുൽഹിജ്ജയുടെ ഓരോ രാവിലും പകലിലും നിങ്ങളെ ഞാനൊക്കെ ഓർക്കുന്നുണ്ട്. ഒരുപാട് ദുആ വസിയത്ത് ചെയ്ത ആളുകളുണ്ട്, അവരെയും ദുആകളിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങളും നിങ്ങളുടെ വിലയേറിയ ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്തുക. ഇത് ഞാനും വസിയത്ത് ചെയ്യുന്നൊരു കാര്യമാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. നമ്മളുടെ ജീവിതത്തിലുള്ള എന്ത് പ്രശ്നമായാലും പ്രയാസമാണെങ്കിലും ഈ ഒരു സൂറത്ത് അതിനൊരു തണലാണ് അല്ലേ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള എത്രയോ ആളുകൾ ഇന്ന് ഖബർ ജീവിതം നയിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ ഉറ്റവരുണ്ട്, ഉടയവരുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, ഉസ്താദുമാരുണ്ട്, നമ്മുടെ സഹപാഠികളുണ്ട്, കുടുംബക്കാരുണ്ട്, നാട്ടുകാരുണ്ട്, വീട്ടുകാരുണ്ട്. അവരൊക്കെ ഖബർ ജീവിതം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണെന്ന്. ഖബർ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ശിക്ഷ റബ്ബ് സുബ്ഹാനഹു തആല അവർക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ, അവരെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ റബ്ബ് സുബ്ഹാനഹു തആല പരിശുദ്ധമായിട്ടുള്ള ഈ ദുൽഹിജ്ജ മാസത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് ആ ശിക്ഷയെ അതിൽ നിന്ന് എടുത്തു മാറ്റട്ടെ. അവർക്ക് ഈ ഒരു ദുൽഹിജ്ജ മാസത്ത് ബറക്കത്ത് കൊണ്ട് അവരുടെ ഖബർ ജീവിതം സുഖത്തിലും സന്തോഷത്തിലും ആക്കി കൊടുക്കട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു സൂറത്ത് ഏതാണെന്ന് നമുക്ക് വേഗത്തിൽ തന്നെ ഒന്ന് നോക്കിയിട്ട് വരാട്ടില്ലേ. എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ദിക്റുകൾ, എന്തെങ്കിലും ദ്വാകൾ, എന്തെങ്കിലും സൂറത്തുകൾ പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതായിട്ടില്ലേ. തീർച്ചയായിട്ടും ഞാൻ ഉത്തരം നൽകുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അറിവുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ ഉത്തരം നൽകിയിട്ടുണ്ടാകും. കണ്ടിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ കണ്ടിട്ടില്ല എന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ റിപ്ലൈ കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട. ഞാൻ കാണുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ നൽകും എന്നുള്ളത് തീർച്ചയാണ് ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. ഇനി പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു സൂറത്തിലെ ഒരു പ്രത്യേകമാക്കപ്പെട്ടുള്ള സമാധാനമുണ്ട്. ജീവിതത്തിൽ എത്ര പ്രശ്നം ഉണ്ടായാലും അള്ളാഹുവിൽ വിശ്വാസം വെക്കാൻ ഈ ഒരു സൂറത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയോ, ഒറ്റപ്പെട്ട പോലെ തോന്നുകയാണ്. കുടുംബക്കാരും കൂട്ടക്കാരും അതുപോലെ തന്നെ തൻ്റെ മക്കളൊക്കെ എൻ്റെ കൂടെ ഉണ്ട്, എന്നാലും ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന സമയത്ത് ഈ ഒരു സൂറത്ത് ഒന്ന് ഓതി നോക്കുകയാണെങ്കിൽ മനസ്സിന് വല്ലാത്തൊരു സമാധാനം ഈ ഒരു സൂറത്ത് നൽകും. അള്ളാഹ് കൂടെ ഉണ്ട് എന്നൊരു ധൈര്യം ഈ ഒരു സൂറത്ത് നമുക്ക് നൽകും. മനസ്സ് അലമുറ ഇട്ട് കരയുന്ന സമയത്തെ ഖുർആൻ എത്ര വലിയ ആശ്വാസമാണെന്ന് ഈ സൂറത്ത് നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അല്ലേ. രാത്രിയിലെ നിശബ്ദത സമയങ്ങളിൽ എത്ര വിലയുള്ളതാണ് ഈ സൂറത്ത് എന്ന് പറയുന്നുണ്ട്. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് അള്ളാഹിനെ ഓർക്കുന്നവരെ അള്ളാഹു ഒരിക്കലും കൈവിടൂല എന്നൊരു കാര്യം ഈ ഒരു സൂറത്തിൽ പറയുന്നുണ്ട്. ദുആ ചെയ്യുന്നവരുടെ കണ്ണുനീര് അള്ളാഹ് കാണുന്നുണ്ട്. വിശ്വാസം ഈ സൂറത്ത് നൽകുന്നുണ്ട്. മനുഷ്യൻ എത്ര വലിയ പ്രശ്നത്തിലായാലും ക്ഷമ കൈവിടരുത്. അതേപോലെ തന്നെ ജീവിതത്തിൽ പെട്ടെന്നൊന്നും ലഭിക്കൂല, പക്ഷെ വിശ്വാസം കൈവിടാതെ നിന്ന അള്ളാഹ്
വഴിയൊരുക്കും എന്നൊരു പ്രതീക്ഷ ഈ സൂറത്ത് നൽകുന്നുണ്ട്. ഖുർആൻ ഒന്ന് മനസ്സിലാക്കി വായിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതം തന്നെ മാറിപ്പോകും. ഈ സൂറത്ത് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പ്രായമായ ആളുകൾക്കും സൂറത്തുകൾ കേൾക്കാൻ വളരെ ഇഷ്ടമാണല്ലേ. അവരുടെയൊക്കെ ജീവിതത്തിലെ മനസ്സിൽ ഒരു തണുപ്പ് കൊണ്ടുവരാൻ ഈ ഒരു സൂറത്തിനെ കൊണ്ട് സാധിക്കും. രാത്രിയിൽ പതുക്കെ ഈ സൂറത്ത് ഓതിക്കൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ മൊത്തത്തിൽ ഒരു സമാധാനം നിറയുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ സാധിക്കൂല്ലേ. അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഈ ഒരു സൂറത്ത് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഖുറാനിലെ 73-ാമത്തെ സൂറത്ത്, സൂറത്തുൽ മുസമ്മിൽ, മക്കയിൽ അവതരിച്ച ഒരു മനോഹരമായിട്ടുള്ള സൂറത്താണിത്. ഇതിൽ 20 ആയത്തുകളുണ്ട്. മുസമ്മിൽ എന്നത് പുതച്ചു കിടക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് വരുന്നത്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സംസാരിക്കുന്ന രീതിയിലാണ് ഈ സൂറത്ത് തുടങ്ങുന്നത്. രാത്രിയിൽ എഴുന്നേറ്റ് നമസ്കരിക്കാനുള്ള പ്രാധാന്യം ഈ സൂറത്ത് പറയുന്നുണ്ട്. എല്ലാവരും ഉറങ്ങുന്ന സമയത്തെയും അള്ളാഹുവിനെ ഓർക്കുന്നവർക്കൊരു പ്രത്യേക സ്ഥാനമുണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഖുറാൻ പതുക്കെ വായിക്കണമെന്നും ഇതിൽ പറയുന്നുണ്ട്. വേഗം വായിച്ച് തീർക്കരുത്. നമ്മളിൽ ഒരുപാട് ആളുകൾ ഇന്ന് അങ്ങനെയാണല്ലേ. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു 3 യാസീനും ഒരു വാക്യ സൂറത്തും ഇഖ്ലാസ് സൂറത്തും അതുപോലെ തന്നെ റഹ്മാൻ സൂറത്തും ഒക്കെ ഓതി തീർക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഇതൊക്കെ നമ്മൾ ഓതി തീർക്കും. അത്രയും സ്പീഡായിരിക്കും അല്ലേ. അപ്പോൾ അതൊന്നും ചെയ്യാതെ വേഗം ഓതി തീർക്കാതെ പതുക്കെ ഇരുന്നിട്ട് മനസ്സമാധാനത്തോടു കൂടെ മനസ്സിൽ ഓരോ അക്ഷരങ്ങളും നമ്മളിങ്ങനെ കാണണം. അത് ഓതുമ്പോൾ ആ രീതിയിൽ ഓതാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങളെ എങ്ങനെ നേരിടണം എന്ന് ഈ സൂറത്ത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആളുകൾ എന്ത് പറഞ്ഞാലും സത്യത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കണമെന്ന് ഈ ഒരു സൂറത്ത് പറയുന്നുണ്ട്. ഇത്തരത്തിൽ നമ്മളുടെ ജീവിതത്തിൽ അടിമുടി നമ്മൾ അനുഭവിക്കുന്ന എന്തൊരു പ്രശ്നത്തിനും ഉള്ള ഒരു പരിഹാര മാർഗം ഈ ഒരു സൂറത്തിലുണ്ട്. മനസ്സിന് സമാധാനവും ഹൃദയത്തിന് ആശ്വാസവും നൽകുന്ന അതുല്യമായിട്ടുള്ളൊരു സൂറത്താണ് സൂറത്തുൽ മുസമ്മിൽ എന്നുള്ളത്. അള്ളാഹുവിനോട് കൂടുതൽ അടുക്കാൻ നമ്മളെ സഹായിക്കുന്ന ഈ മഹത്തായിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ഖുറാൻ സന്ദേശം അള്ളാഹു സുബ്ഹാനഹു തആല ഈ ഒരു ദുൽഹിജ്ജ മാസത്തിൽ നമുക്ക് മുടങ്ങാതെ ഈ ഒരു എണ്ണം തെറ്റാതെ ഓതി തീർക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീക്ക് നൽകട്ടെ. പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു സൂറത്തിനെ നിങ്ങളെല്ലാവരും ഇന്ന് മുതൽക്കെങ്കിലും ഇതിനെ നിയ്യത്ത് വെക്കുക. നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യം നിയ്യത്ത് വെച്ചിട്ട് ഈ സൂറത്തുൽ മുസമ്മിലെ ഞാൻ ഓതാണ് റബ്ബേ ദുൽഹിജ്ജ 10ൻ്റെ ഉള്ളിലായിട്ട് ഞാനിത് ഓതി തീർക്കുകയാണ് എന്ന് നിങ്ങൾ നിയ്യത്ത് വെച്ചിട്ട് നിങ്ങളത് ഓതി തുടങ്ങുക. പരിശുദ്ധമായിട്ടുള്ള ഈ ഒരു സൂറത്തിനുണ്ടല്ലോ 101 തവണയാണ് നിങ്ങൾ നിയ്യത്ത് വെക്കേണ്ടത്. 101 തവണ പരിശുദ്ധമായിട്ടുള്ള സൂറത്തുൽ മുസമ്മിലിനെ നിയ്യത്ത് വെച്ചുകൊണ്ട് ദുൽഹിജ്ജ 10ൻ്റെ ഉള്ളിലായിട്ട് ഓതി തീർക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു തആല ഈ സൂറത്തിൻ്റെ മഹത്വം നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടെത്തിച്ച് തരിക തന്നെ ചെയ്യും. അപ്പോൾ ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. ദുൽഹിജ്ജ 1 മുതൽ 10 വരെ നമുക്ക് സമയമുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു സുബഹിൻ്റെ മുമ്പായിട്ട് ഓതി തുടങ്ങലാണ് ഇതിന് ഏറ്റവും അഫ്ദലായിട്ടുള്ളൊരു സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഈ ഒരു സൂറത്തിനെ ഓതി തുടങ്ങാൻ ഏറ്റവും ഉചിതമായിട്ടുള്ള സമയം. അല്ലാത്ത സമയങ്ങൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. നിങ്ങൾ തുടങ്ങുന്ന സമയം ഈ ഒരു സൂറത്തിനെ ഓതി തുടങ്ങുന്ന സമയം ഉണ്ടല്ലോ അത് നിങ്ങൾ ആ ഒരു സുബഹിയുടെ കുറച്ച് മുമ്പ് ഒരു 5 മിനിറ്റ് മുമ്പെങ്കിലും ഓതി തുടങ്ങുക. അതാണ് ഏറ്റവും നല്ല സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മറ്റ് സമയങ്ങളിൽ പറ്റൂല എന്നല്ല, നിങ്ങൾക്ക് ഇനി സമയമില്ല ബാക്കിയുള്ളതും ഒരുപാട് ഓതാനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മറ്റ് സമയങ്ങളിലും നിങ്ങൾക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ ഇൻഷാ അള്ളാ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം അല്ലേ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ ഇൻഷാ അള്ളാ. അപ്പോൾ നല്ലൊരു വിഷയമായിട്ട് വീണ്ടും വരാം. വസിയത്തോടു കൂടെ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.